നമസ്കാരം. ചില പഴയകാല സിനിമകൾ സ്വീകരിക്കുന്ന ഒരു ട്രീറ്റ്മെൻറ്റിൻ്റെ രീതിയുണ്ട്. വില്ലൻ അതിശക്തിമാനായിരിക്കും. അപ്പോൾ നായകനായിട്ടുള്ള ഏറ്റുമുട്ടൽ ആദ്യം തന്നെ നായകനെ കൊന്നു കഴിഞ്ഞാൽ കഥ തീരുമല്ലോ. അങ്ങനെ ഒരു ദുരന്ത മഹാകാവ്യമാണ് ഉദ്ദേശിക്കുന്നതെങ്കിൽ അപ്പോൾ എന്ത് ചെയ്യുന്നു വെച്ചാൽ ഈ തിരക്കഥാകൃത്ത് അവസാനം വരെ ഇത് കൊണ്ടുപോകണം. വില്ലനുമായിട്ട് ഏറ്റുമുട്ടാനുള്ള ഒരു പാവപ്പെട്ട നായകനാണെങ്കിൽ വില്ലനുമായിട്ട് ഏറ്റുമുട്ടാനുള്ള സാഹചര്യം അവസാനം വരെ സൃഷ്ടിക്കണം. അതിന് നായകന് ചില കൂട്ടുകാരെയൊക്കെ സൃഷ്ടിക്കും. എന്നിട്ട് ഒരു ഇൻ്റർവെല്ലാകുമ്പം ഒരു കൂട്ടുകാരനെ അങ്ങോട്ട് കൊല്ലും, അത് കഴിയുമ്പം അടുത്ത കൂട്ടുകാരനെ കൊല്ലും. അങ്ങനെ അവസാന ക്ലൈമാക്സിലായിരിക്കും നായകനെ കൊല്ലുന്നത്. എന്നിട്ടൊരു ദുരന്ത പര്യവസാനമായിരിക്കും സിനിമയ്ക്ക് ഉണ്ടാവുക. അങ്ങനെയുള്ള ഘട്ടങ്ങളിൽ ഈ നായകൻ്റെ ഒപ്പമുള്ള ഏറ്റവും നല്ല അതിശക്തനായ കൂട്ടുകാരനായിരിക്കും, ഭയങ്കര സ്നേഹമൊക്കെയുള്ള കൂട്ടുകാരനായിരിക്കും. അവനെ അവസാനം വില്ലൻ്റെ മുമ്പിൽ ഇട്ട് കൊടുത്ത് സമയം നീട്ടിക്കൊടുക്കുന്ന ഒരു പരിപാടിയുണ്ട്. സമാനമായ കഥ ഈ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ നമ്മൾ രാഷ്ട്രീയ സാഹചര്യം കേരളത്തിലേത് ആലോചിച്ച് നോക്കുമ്പോൾ നമ്മളെ ഓർമ്മയിലേക്ക് വരും. വയനാട്ടും ആലപ്പുഴയിലും ഒക്കെ കോൺഗ്രസ് നേതൃത്വം നൽകുക UDF ലീഗിൻ്റെ അവസ്ഥ അങ്ങനെയാണ്. BJP തീർക്കാൻ വേണ്ടിയിട്ട് കോൺഗ്രസ് അതിഭയങ്കരമായിട്ട് പോരാടിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഈ പോരാട്ടം ഇങ്ങനെ പോകുന്നതിനിടയിൽ കോൺഗ്രസിന് ആൾക്കാരൊക്കെ BJPയിലേക്ക് പോകുന്നു. അങ്ങനെ ദൗർബല്യം അവരുടേത് വെളിച്ചത്ത് വരുന്നു, കോൺഗ്രസ് ദുർബലപ്പെടുന്നു എന്നൊക്കെയുള്ള വിലയിരുത്തലുകളും വിമർശനങ്ങളും ഒക്കെ ഒരു ഭാഗത്ത് വരുന്നുണ്ട്. ആ ഘട്ടത്തിലാണ് ഇത് അവസാനം വരെ കഥ കൊണ്ടുപോകണമല്ലോ. ആ ഘട്ടത്തിൽ വയനാട് രാഹുൽ ഗാന്ധി വന്നപ്പോൾ നമ്മൾ കാണുന്ന കാഴ്ച, അവിടെ ലീഗ് എന്ന് പറയുന്നൊരു പാർട്ടീൻ്റെ കൊടി പോലും കാണാനില്ല. കേരളത്തിലിപ്പോൾ ആലപ്പുഴയിൽ നിന്നും വരുന്ന വാർത്ത ആരോപണങ്ങളൊക്കെ ശക്തമാവുകയാണ്. ലീഗിൻ്റെ കൊടി അങ്ങ് ചവിട്ടിത്താഴ്ത്തുന്ന പരിപാടിയാണ്. അപ്പോൾ ലീഗിൻ്റെ കൊടി കണ്ടാൽ BJP ദേശീയ തലത്തിൽ ഭയങ്കര വിഷയമാക്കും പോലും. അത് ഫാസിസത്തിനെതിരായ മുന്നേറ്റത്തിൽ ദോഷം ചെയ്യും. അതുകൊണ്ട് ലീഗിനെ നേരിട്ട് ഇല്ലാതാക്കാൻ വേണ്ടിയിട്ടുള്ള BJPയുടെ അവസരം അങ്ങ് ഇല്ലാതാക്കിക്കൊണ്ട് തന്നെ കോൺഗ്രസ് തന്നെ BJPയുടെ കൊടി അങ്ങ് ഒതുക്കി ചവിട്ടിക്കൂട്ടിക്കളഞ്ഞ്. എന്നിട്ട് ഇതാണ് ഇപ്പോൾ പരിപാടി. രാഹുലിൻ്റെ പരിപാടിക്ക് ലീഗില്ല. അപ്പോൾ ലീഗ് ഉണ്ടാവില്ല എന്ന് പറയുമ്പം ആളുകൾ ചോദ്യം ചോദിക്കില്ല. അപ്പോൾ ഒരു കൊടിയും വേണ്ടാന്ന് വെച്ചിട്ടാണ് നാമനിർദ്ദേശ പത്രിക കൊടുത്തത്. ആലപ്പുഴയിലെത്തിയപ്പം അതുമില്ല, ലീഗിൻ്റെ മാത്രം കൊടി ഒളിപ്പിച്ചു എന്നാണ് ആൾക്കാർ പറയുന്നത്. ഈ സാഹചര്യം കേരള രാഷ്ട്രീയത്തിൽ അസാധാരണമാണ്. കാരണം എതിരാളി ശത്രുവാണ് എന്ന് പ്രഖ്യാപിച്ചിരിക്കുന്ന ആളുകളിൽ ഒരു കൂട്ടരെ മാത്രം തെരഞ്ഞു പിടിച്ച് വിദ്വേഷ പ്രചരണത്തിന് ഉപകരണമാക്കുന്നു എന്ന് പറഞ്ഞ് ആ കൂട്ടുകാരനെ അങ്ങ് നിഷ്കാസിതനാക്കുന്ന പരിപാടിയാണ് ഈ രാഷ്ട്രീയത്തിൽ നമ്മൾ കാണുന്നത്. നമ്മൾ സാധാരണ ഫാസിസം പ്രവർത്തിക്കുന്ന സമയത്ത് പറയുന്നത് എന്താ? ഫാസിസം നിങ്ങളെ ഇല്ലാതാക്കും, നിങ്ങളെ ഇല്ലാതാക്കുന്നതിന് പല മാർഗങ്ങൾ സ്വീകരിക്കും. അപ്പോൾ നമ്മൾ തന്നെ നമ്മളെ ഇല്ലാതാക്കുകയാണ്. അപ്പോൾ അതിനുവേണ്ടി അവർ പല മാർഗ്ഗങ്ങൾ സ്വീകരിക്കുകയാണ്. എന്നാൽ പിന്നെ നമ്മളെ കൂട്ടത്തിലുള്ള ആദ്യം ഇല്ലാതാക്കാൻ സാധ്യതയുള്ള ഒരു ചങ്ങായിനെ നമ്മൾ തന്നെ അങ്ങ് തമസ്കരിച്ച് കളയാം എന്ന് വിചാരിച്ച് മുന്നോട്ട് പോകുന്നത് എങ്ങനെയാണ് ഫാസിസ്റ്റ് വിരുദ്ധമായ നിലപാടാവുക? അത് മറ്റൊരു വിധത്തിൽ അതും ഫാസിസമാണല്ലോ. അതിൻ്റെ ശൈലിക്ക് നമ്മൾ കീഴടങ്ങി കൊടുക്കുന്ന ഒരു ഫാസിസം. അങ്ങനെ കീഴടങ്ങി അവസാനം പിൻവലിഞ്ഞ് നമ്മളെയും ഇതുപോലെ ചവിട്ടിക്കൂട്ടേണ്ടി വരും. അന്നേരം പിന്നെ നമ്മളെ ചവിട്ടിക്കൂട്ടില്ല, അവർ ചവിട്ടിക്കൂട്ടിക്കോളും. ഇതാണ് ഫാസിസത്തിലേക്കുള്ള മാർഗം എന്ന് പറയുന്നത്. കേരളത്തിൽ വയനാട്ടിൽ നമ്മൾ കണ്ടതിൻ്റെ തുടർച്ച ഇങ്ങനെയൊക്കെ ആയിരിക്കും. അങ്ങനെ ഒരു ദുരന്ത പര്യവസാനത്തിലേക്കാണ് ഈ ഫാസിസത്തിനെതിരായ പോരാട്ടം പോകുന്നത് എന്നാണ് കോൺഗ്രസിൻ്റെ ഇമ്മാതിരി ബുദ്ധി കാണുമ്പോൾ നമുക്ക് തോന്നുക. ലീഗിനെതിരെ വിദ്വേഷ പ്രചരണം നടത്തുന്നുണ്ടെങ്കിൽ ലീഗ് അങ്ങനെയല്ല എന്ന് പറഞ്ഞ് അവരെ മുന്നിൽ നിർത്തി പോരാടുകയല്ലേ വേണ്ടത്? അതിന് പകരം അവർ വിദ്വേഷ പ്രചാരണം നടത്തും, എന്നാൽ പിന്നെ അതങ്ങ് പോയിക്കോട്ടെ എന്ന് പറഞ്ഞാൽ അതങ്ങ് ചവിട്ടിക്കൂട്ടല്ലല്ലോ വേണ്ടത്. അതിന് പകരം കോൺഗ്രസ് ചെയ്യേണ്ടിയിരുന്ന കാര്യം ദേശീയ തലത്തിൽ തന്നെ എല്ലാ കാലത്തേക്കും ഉള്ള ഒരു മരുന്നായിട്ട് ലീഗ് അങ്ങനെയല്ല. ലീഗ് ഇന്ത്യയിൽ സ്വാതന്ത്ര്യ സമരത്തിൽ വരെ പങ്കെടുത്ത പാർട്ടിയാണ്, കൊള്ളാവുന്ന പാർട്ടിയാണ് എന്ന് ആളുകൾക്ക് മുന്നിൽ കാണിച്ചു കൊടുക്കുകയാണ് വേണ്ടത്. അതിന് പകരം BJPക്കാർ അവിടെയൊക്കെ പറഞ്ഞ് മോശമാക്കുന്നതുകൊണ്ട് നമുക്കങ്ങ് ഇല്ലാതാക്കി കളയാം എന്നുള്ള സാഹചര്യത്തിലേക്കാണ് ഇപ്പോൾ കോൺഗ്രസ് പോയിരിക്കുന്നത്. ഞാൻ സൂചിപ്പിച്ചത് ഇവിടെ മാത്രമല്ല, ദേശീയ നേതാക്കൾ രണ്ടാളാണ് കേരളത്തിൽ മത്സരിക്കുന്നത്, രാഹുൽ ഗാന്ധിയും KC വേണുഗോപാലും. അതുകൊണ്ട് ദേശീയ ശ്രദ്ധ പിടിച്ചു പറ്റുന്ന സീനറികളിൽ ഒന്നും ലീഗിൻ്റെ ഒരൊറ്റ കൊടി പോലും കാണരുത്. ലീഗുകാരൊക്കെ കൊടി പിടിച്ച് ചുരുട്ടിക്കുട്ടി പോക്കറ്റിലിട്ടോളുക എന്നുള്ള നിർദ്ദേശമാണ് പോയതെന്നാണ് നമുക്കിപ്പം കാര്യങ്ങൾ മനസ്സിലാക്കി തരുന്നത്. ഇങ്ങനെ ഒരു സാഹചര്യത്തിലാണ് ഈ കാര്യത്തെക്കുറിച്ച് കാര്യമായ ചർച്ചകൾ നടന്നത്. BJPയുടെ വീക്ഷണത്തിന് അപ്പുറത്ത് ഇതിന് കീഴടങ്ങി കൊടുക്കുന്ന സമീപനം കോൺഗ്രസ് സ്വീകരിച്ചപ്പോൾ വലിയ വിമർശനം ഉണ്ടായി. മുഖ്യമന്ത്രി ഉൾപ്പെടെയുള്ള ആളുകൾ, CPM അടക്കമുള്ള LDFൻ്റെ പ്രതിനിധികളെല്ലാം ഇതിനെ എതിർത്തു. അങ്ങനെയുള്ള പരിപാടി ശരിയല്ല എന്ന് പറഞ്ഞ് ഉടനെ സതീശേട്ടനെ ആയുധം കിട്ടി. BJPയും പിണറായി വിജയനെ എതിർക്കുന്നു എന്നുള്ള വാദത്തിലേക്ക് സതീശൻ പോയി. ഈ രണ്ട് വാദങ്ങൾ തമ്മിലുള്ള വ്യത്യാസം എന്താണ് എന്ന് ആലോചിച്ച് നോക്കാനുള്ള ബുദ്ധി പോലും ഇല്ലാത്തത് കൊണ്ടായിരിക്കില്ല. തൽക്കാലം പിടിച്ചിരിക്കാൻ വേറെ മാർഗ്ഗങ്ങളൊന്നുമില്ലല്ലോ. അതുകൊണ്ട് ഈ പ്രതിസന്ധിയിൽ നിന്ന്, അണികളുടെ അസ്വസ്ഥതയിൽ നിന്ന് കരകയറാനുള്ള മാർഗം ലീഗ് നേതൃത്വം തന്നെ ആലോചിച്ച് വരുന്നുണ്ട്. അപ്പോൾ അവർ പഴയതുപോലെ
കുഞ്ഞാലിക്കുട്ടിയെ തന്നെ രംഗത്തിറക്കി. കുഞ്ഞാലിക്കുട്ടി ഇപ്പം തന്നെ ചന്ദ്രിക ദിനപത്രത്തിൽ രാമക്ഷേത്ര പ്രതിഷ്ഠ വിഗ്രഹ പ്രതിഷ്ഠ ദിനത്തിൽ നമ്മൾ കണ്ടതാണ്. BJP കൊടുത്ത റിലീസ് പത്രവാർത്തയടിച്ച് വിവാദത്തിൽപ്പെട്ടതാണ്. അന്ന് കുഞ്ഞാലിക്കുട്ടിക്കെതിരെ ചന്ദ്രികയിൽ നിന്നും ലീഗിൽ നിന്നും വലിയ ആരോപണങ്ങളുണ്ടായി. ED അന്വേഷണമൊക്കെ വന്നിട്ട് എന്തായി, അത് ഒതുക്കാൻ കേന്ദ്രത്തിലേക്ക് മത്സരിച്ച് പോയി അവിടെ നിന്നെല്ലാം സബൂറാക്കി തിരിച്ചു വന്ന ആളുടെ കഥയൊക്കെ ലീഗുകാർ പറയുന്നുണ്ടായിരുന്നു. കുഞ്ഞാലിക്കുട്ടി ഇത്തവണയും രക്ഷകനായി രംഗത്തിറങ്ങിയിട്ടുണ്ട്. അവർ നമ്മളെ പറയുന്നത് എന്തിനാണ് വെറുതെ കേൾക്കുന്നത്, നമ്മൾ തൽക്കാലം കൊടിയൊക്കെ അയച്ചു വെച്ചാണ്. BJP അങ്ങനെ അവർ ഫാസിസ്റ്റ് ഒന്നും ആണെന്നൊക്കെ പറയുമെങ്കിലും അവർ അങ്ങനെയല്ല, നമ്മളൊന്ന് മാറി എന്നാലും തീരാവുന്ന പ്രശ്നമേ ഇന്ത്യയിലുള്ളൂ എന്നാണ് ലീഗിൻ്റെ ഈ കുഞ്ഞാലിക്കുട്ടി എന്ന നേതാവ് പറയുന്നത്. കുഞ്ഞാലിക്കുട്ടി മാത്രമല്ല, ലീഗിൻ്റെ നേതാക്കളൊക്കെ അങ്ങനെയാണ് പറയുന്നത്. BJPക്കാരുടെ ഫാസിസം ഞങ്ങളുടെ കൊടി അയച്ചു വെച്ചാൽ തീരുന്ന ഫാസിസമേ ഉള്ളൂ, അതുകൊണ്ട് അത് വലിയ പ്രശ്നമുള്ള കാര്യമില്ല, ഞങ്ങൾ രാഹുൽ ഗാന്ധിനെ ജയിപ്പിക്കട്ടെ എന്നാണ് കുഞ്ഞാലിക്കുട്ടി അടക്കം ഈ കാര്യത്തിൽ വിദഗ്ധരായ മുസ്ലിം ലീഗിൻ്റെ പ്രതിനിധികൾ തന്നെ പറയുന്നത്. രാഹുൽ ഗാന്ധി വന്നപ്പോൾ കൊടിയില്ല എന്ന് പറഞ്ഞാൽ അത് ഒരു പക്ഷേ നിങ്ങളോടൊക്കെ കാണിക്കുന്ന ഒരു വലിയ സൗഹൃദമാണ്. കാരണം എന്താണെന്ന് വെച്ചാൽ നിങ്ങളോടൊക്കെ കാണിക്കുന്ന ഒരു ഇളവാണ്. കുഞ്ഞാലിക്കുട്ടിയുടെ ഈ വാദമൊന്നും പാവപ്പെട്ട ലീഗ് അണികൾക്ക് തൃപ്തി തരുന്നതായിരുന്നില്ല. അവരുടെ ആത്മാഭിമാനത്തിന് മുറിവേറ്റ നിമിഷങ്ങളിലൂടെയാണ് കടന്നു പോകുന്നത്. സ്വന്തം മുന്നണിയിലെ പരിപാടിയിൽ പോലും തങ്ങളുടെ കൊടി ഉയർത്തിപ്പിടിക്കാൻ പറ്റാത്ത സാഹചര്യം എങ്ങനെയാണ് മുന്നണി നേതൃത്വം തന്നെ ഉണ്ടാക്കുന്നത് എന്നാണ് അവർ ചോദിക്കുന്നത്. കാരണം സാധാരണ BJPക്കാരാണ് ഇതൊക്കെ ചെയ്യാമെന്നാണ് പറഞ്ഞത്. എന്നാൽ BJPക്കാരെ പേടിച്ചിട്ട് കോൺഗ്രസ്സുകാർ തന്നെ ഈ കൊടിയൊക്കെ പോക്കറ്റിൽ ചുരുട്ടിക്കൂട്ടി വെച്ചോ എന്ന് പറയുന്ന സാഹചര്യം കേരളത്തിൽ എന്നല്ല ഇന്ത്യയിൽ തന്നെ അസാധാരണമാണ്. മിനിമം നേരിട്ട് പോരാടാനുള്ള ഒരു വേദിയെങ്കിലും ഉണ്ടായിരുന്നെങ്കിൽ ഞങ്ങൾക്ക് നേരിട്ട് പോരാടായിരുന്നു. ഇത് കൊടിയോ മുദ്രാവാക്യോ ഒന്നും വിളിക്കാൻ പറ്റാത്ത അവസ്ഥയായിപ്പോയി. എന്തായാലും രാഹുൽ ഗാന്ധിയെ വിജയിപ്പിക്കുക എന്ന യാന്ത്രികമായ പണിയാണ് തങ്ങളെ ഏൽപ്പിച്ചത് എന്ന് ലീഗിന് ബോധ്യമുണ്ട്. PMA സലാം ഒന്നും കൂടി വിശദീകരിച്ചുകൊണ്ട് രംഗത്ത് വന്നതും ഈ ഒരു സാഹചര്യത്തിലാണ്. ആരും വിഷമിക്കണ്ട, ഞങ്ങൾ ഫാസിസത്തിനെതിരായ പോരാട്ടത്തിൻ്റെ ഭാഗമായിട്ടാണ് ഇങ്ങനെയൊരു നിലപാട് എടുത്തത് എന്നാണ് PMA സലാമും ഇപ്പോൾ പറയുന്നത്. ദേശീയ പദവി നിലനിർത്താനാണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടി മത്സരിക്കുന്നത്. ഞങ്ങൾ മത്സരിക്കുന്നത് ദേശീയ പതാക നിലനിർത്താനാണ്, അല്ലാണ്ട് കൊടി നിലനിർത്താനല്ല എന്നാണ് പറഞ്ഞതിൻ്റെ അർത്ഥം. കൊടിയൊക്കെ പോട്ടെ എന്നാണ്. അതിവൈകാരികതയല്ല, വിവേകത്തോടെയുള്ള മുന്നേറ്റത്തിനാണ് മതേതര മുന്നണി ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. UDF ഒറ്റക്കെട്ടായി നീങ്ങുന്നതിൻ്റെ കലിയാണ് പുതിയ വിവാദങ്ങൾക്ക് പിന്നിൽ എന്ന് വ്യക്തം. നിങ്ങളുടെ വിഷമം ഞങ്ങൾക്ക് മനസ്സിലാകും. BJPയും ഇതേ കാര്യമാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത് എന്നും PMA സലാം പറയുന്നുണ്ട്. BJPയും CPMും ഒരേ വഴിയിലാണെന്നാണ് PMA സലാം പറയുന്നത്. ഒരേ തൂവൽ പക്ഷികൾ ഒരേ ശബ്ദത്തിൽ കൂവുന്നു. കോൺഗ്രസിനെ തോൽപ്പിക്കലാണ് BJPയുടെയും പിണറായിയുടെയും ആവശ്യം. ആ നിലപാടിൻ്റെ അടിസ്ഥാനത്തിലാണ് കോൺഗ്രസിനെയും ഇന്ത്യ മുന്നണിയും ദുർബലപ്പെടുത്താൻ കിട്ടുന്ന എല്ലാ അവസരവും പിണറായി ഉപയോഗിക്കുന്നത്. അത്തരം ഒരവസരം നഷ്ടപ്പെട്ടതിലുള്ള നൈരാശ്യമാണ് മുസ്ലിം ലീഗ് പതാകയോട് ഇപ്പോൾ തോന്നിയ സ്നേഹം. എന്തായാലും തോന്നിയത് സ്നേഹമാണ് എന്നാണ് PMA സലാം പറയുന്നത്. ഈ സാഹചര്യത്തിൽ മുസ്ലിം ലീഗുകാർ ഒരു കാര്യം ആലോചിക്കുന്നത് നല്ലതാണ്. കാരണം ഇന്ത്യയിൽ തന്നെ പല സംസ്ഥാനങ്ങളിലും നിയമസഭയിൽ പോലും പ്രാതിനിധ്യം ഉണ്ടായിരുന്ന പാർട്ടി ഇതുപോലെ BJPയെ പേടിച്ചിട്ട് ഫാസിസത്തിനെതിരായ പോരാട്ടത്തിൻ്റെ ഭാഗമായി പിന്നോട്ട് പോയി ഇപ്പോൾ എത്ര സംസ്ഥാനത്ത് എത്ര നിയമസഭയിൽ പ്രാതിനിധ്യമുള്ള പാർട്ടിയാണ് എന്ന് പുതിയ നയതന്ത്രത്തിൻ്റെ സാഹചര്യത്തിൽ ആലോചിച്ച് നോക്കുന്നത് നല്ലതാണ്. കേരളത്തിൽ മുസ്ലിം ലീഗ് കോൺഗ്രസിനൊപ്പമുണ്ട്. കേരളത്തിന് പുറത്ത് എവിടെയാണ് കോൺഗ്രസിനൊപ്പം ഉള്ളത്? മറ്റ് മുഖ്യധാര മുന്നണിയിലെ പാർട്ടി നേതൃത്വം നൽകുന്ന കോൺഗ്രസ് നേതൃത്വം നൽകുന്ന ഏത് സംഘത്തിലാണ് മുസ്ലിം ലീഗ് ഉള്ളത്? എവിടെയാണ് കോൺഗ്രസ് നമ്മളെ കൂട്ടുന്നത് എന്നൊക്കെ ആലോചിച്ച് നോക്കുന്നത് നല്ലതായിരിക്കും. CPMൻ്റെ നിലപാട് ഏത് തരത്തിലാണ് എന്നുള്ളത് ലീഗിന് വിലയിരുത്താം. അതിനപ്പുറത്ത് ഈ ഫാസിസ്റ്റ് വിരുദ്ധ പോരാട്ടത്തിൽ ഇനി CPMും ആയിക്കോട്ടെ കോൺഗ്രസും CPMും ഒക്കെ എങ്ങനെയാണ് ലീഗിനോട് പെരുമാറുന്നതെന്ന് ഒരു ആത്മപരിശോധന നടത്തിയാൽ ലീഗുകാർക്ക് നല്ലതാണ്. ഈ സാഹചര്യത്തിൽ ഇതിനോട് ചേർത്ത് വായിക്കാൻ KT ജലീൽ കാര്യമായി തന്നെ പച്ചക്കൊടി പോക്കറ്റിലേക്ക് ചുരുട്ടിക്കൂട്ടിയിടാൻ നിർദ്ദേശിച്ച കോൺഗ്രസിൻ്റെ നിലപാടിനെക്കുറിച്ച് ഒരു പ്രതികരണം നടത്തിയതുകൂടി ഞാൻ നിങ്ങളുടെ മുമ്പിൽ അവതരിപ്പിക്കാം. ലീഗ് പച്ചപ്പതാക മാറ്റുമോ? രാഹുൽ ഗാന്ധി വരുമ്പോൾ ഉയർത്താൻ പറ്റാത്ത പതാകയാണ് ലീഗിൻ്റെ പച്ചപ്പതാക എങ്കിൽ അടിയന്തരമായി ലീഗ് കൊടിയുടെ നിറം മാറ്റുന്നതിനെക്കുറിച്ച് ആലോചിക്കണം. ഖായിദെ മില്ലത്തിനും സീതി സാഹിബിനും ബാഫഖി തങ്ങൾക്കും പറ്റിയ തെറ്റ് ഞങ്ങൾ തിരുത്തുന്നു എന്ന് പ്രഖ്യാപിക്കണം. അതിനായി മുസ്ലിം ലീഗിൻ്റെ ഭരണഘടന ഭേദഗതി ചെയ്യണം. 5 പതിറ്റാണ്ടിലധികമായി ലീഗ് ഘടകകക്ഷിയായ കോൺഗ്രസ് നേതൃത്വം നൽകുന്ന മുന്നണിക്ക് അലർജിയാണ്. അർദ്ധ നക്ഷത്രാങ്കിത ഹരിത പതാകയെങ്കിൽ പിന്നെ ആർക്കാണ് ആ പതാക ദഹിക്കുക? സംഘപരിവാറിൻ്റെ മറ്റൊരു പതിപ്പായി കോൺഗ്രസ് മാറുകയാണ് എന്നല്ലേ അതിനർത്ഥം? ലീഗിൻ്റെ പേരും പതാകയുമാണ് 1947 മുതൽ 67 വരെ മുസ്ലിം ലീഗിനെ അംഗീകൃത ഘടകകക്ഷിയാക്കാൻ കോൺഗ്രസിന് തടസ്സമായത്. പച്ചക്കൊടിയോടുള്ള അയിത്തം
കോൺഗ്രസ് നേതാക്കൾക്ക് മാറിയത് 1967 ചെങ്കൊടിയുടെ കൂടെ പച്ച പതാക കൂട്ടിക്കെട്ടിയതോടെയാണ്. സംഘപരിവാറിന്റെ താല്പര്യങ്ങൾക്കനുസരിച്ച് ഹരിത പതാക ഉയർത്താൻ ഭയപ്പെടുന്ന ലീഗ് ചെരുപ്പിനനുസരിച്ച് കാലുമുറിക്കുകയാണ്. കോൺഗ്രസിന്റെ പതാകയും ഉയർത്തിയില്ലല്ലോ എന്ന് മേനി പറയുന്നവർ മൂവർണ്ണ ബലൂണുകളും തൊപ്പിയും ജാഥയിൽ നിർലോഭം ഉണ്ടായതിനെക്കുറിച്ച് എന്താണ് ഒരക്ഷരം ഉരിയാടാത്തത്? കൊടി പോട്ടെ, ലീഗ് പ്രവർത്തകർക്ക് പച്ച തൊപ്പിയെങ്കിലും ധരിക്കാൻ അവകാശം നൽകിക്കൂടായിരുന്നോ? പച്ചക്കൊടിയോട് രാഹുൽ ഗാന്ധിക്ക് ഇത്ര അലർജിയാണെങ്കിൽ പച്ചക്കൊടി ആരും പിടിക്കാത്ത കർണാടകയിലോ ആന്ധ്രയിലോ UP-യിലോ അദ്ദേഹത്തിന് മത്സരിക്കാമായിരുന്നില്ലേ? വയനാടിന് പ്രകൃതി കനിഞ്ഞരുളിയ നിറമാണ് പച്ച. ആ പച്ച തന്നെയല്ലേ ലീഗിൻ്റെ കൊടിയുടെ നിറത്തിലെ പച്ചയും? പാകിസ്ഥാനെ പോലെ ഇന്ത്യ അതിർത്തി പങ്കിടുന്ന രാജ്യമാണല്ലോ ചൈന. ഇന്ത്യ ചൈന യുദ്ധവും നടന്നിട്ടുണ്ട്. ചൈനയുടെ കൊടിയുടെ നിറമാണ് ഇടതു പാർട്ടികൾക്ക് എന്നും അവരത് ഉയർത്തരുത് എന്നും സംഘപരിവാർ പലപ്പോഴും പറഞ്ഞിട്ടുണ്ട്. കമ്മ്യൂണിസം വൈദേശികമാണെന്ന് ആക്ഷേപിച്ചിട്ടുണ്ട്. ഇന്ത്യയുടെ ആഭ്യന്തര ശത്രുക്കളുടെ പട്ടികയിൽ മുസ്ലിങ്ങൾക്കും ക്രൈസ്തവർക്കുമൊപ്പം കമ്മ്യൂണിസ്റ്റുകാരെയും ഗോൾവാക്കർ എണ്ണിപ്പറഞ്ഞിട്ടുണ്ട്. എന്ന് കരുതി കമ്മ്യൂണിസ്റ്റ് പാർട്ടികളോട് ആരെങ്കിലും ചെങ്കൊടി ഉയർത്തരുത് എന്ന് പറഞ്ഞാൽ അവരതിന് പുല്ല് വിലയാണ് കൽപ്പിക്കുക. NIA നിയമഭേദഗതിക്കെതിരായി വോട്ട് രേഖപ്പെടുത്തുന്നവർ രാജ്യദ്രോഹികളാണ് എന്ന് അമിത്ഷാ പ്രഖ്യാപിച്ചപ്പോൾ ഭയന്നു വിറച്ച കോൺഗ്രസ് BJP-യുടെ കൂടെ ചേർന്ന് അതിനെ അനുകൂലിച്ച് വോട്ട് ചെയ്തു. ആ കരി നിയമത്തിനെതിരെ കേരളത്തിൽ നിന്ന് ഇന്ത്യൻ പാർലമെൻറ്റിൽ ഉയർന്നത് ഒരേ ഒരു കൈയാണ്. അത് CPM-ൻ്റെ ഏക അംഗം AM ആരിഫിൻ്റേതാണ്. ഇന്നലെ തൊപ്പി ഊരാൻ പറഞ്ഞ കോൺഗ്രസ് ഇന്ന് കൊടി ഊരാൻ പറഞ്ഞു. നാളെ അവർ ലീഗിൻ്റെ മുന്നിലെ മുസ്ലിം ഊരാൻ പറഞ്ഞാൽ അതും ലീഗ് കേൾക്കേണ്ടി വരും. ഇന്ത്യ മുന്നണിയിലെ മറ്റേതെങ്കിലും ഒരു ഘടകകക്ഷിയോട് കോൺഗ്രസ് ഇത്തരമൊരാവശ്യം മുന്നോട്ട് വെക്കുമോ? പച്ചപ്പതാകയുടെ മഹാത്മ്യം ദയവായി ലീഗ് ഇനി മേലിൽ പാടി നടക്കരുത്. ആ കൊടി 4 ആൾ കൂടുന്നിടത്ത് ഉയർത്താൻ പറ്റാത്തത്ര മോശമാണെന്ന് ലീഗ് തന്നെയല്ലേ സമ്മതിച്ചിരിക്കുന്നത്? ഇതിലും ഭേദം ലീഗ് പിരിച്ചുവിട്ട് കോൺഗ്രസിൽ ലയിക്കുന്നതാണ്. അതിലേക്ക് പാർട്ടി പ്രവർത്തകരുടെ മനസ്സിനെ പരുവപ്പെടുത്താനുള്ള പരീക്ഷണമാണോ വയനാട്ടിൽ നടന്നത്? ലീഗ് അണികൾക്ക് ഖാദർ മൊയ്തീൻ സാഹിബിനേക്കാളും സാദിഖ് അലി തങ്ങളെക്കാളും ഇഷ്ടം രാഹുൽ ഗാന്ധിയോടും കോൺഗ്രസ് നേതാക്കളോടും ആണ് എന്ന് സമീപകാലത്തെ ചില സംഭവങ്ങൾ സൂചിപ്പിക്കുന്നുണ്ട്. ഗുലാം നബി ആസാദിലെ നബി ചില കോൺഗ്രസ് നേതാക്കൾക്ക് പിടിക്കാത്തത് കൊണ്ടാണ് അദ്ദേഹത്തിന് കോൺഗ്രസ് വിട്ടുപോകേണ്ടി വന്നത്. അതൊക്കെ മനസ്സിലാക്കി ഉണർന്ന് പ്രവർത്തിച്ചാൽ ലീഗിന് നന്ന്. അല്ലെങ്കിൽ ഒട്ടകത്തിന് തലചായ്ക്കാൻ ഇടം കൊടുത്ത് കൂടാരത്തിന് പുറത്തായ അറബിയുടെ സ്ഥിതി വരും ലീഗിൻ്റെ നേതാക്കൾക്ക്. ഇതാണ് നിലവിലെ കേരള രാഷ്ട്രീയത്തെ KT ജലീൽ കണ്ട വിധം. യഥാർത്ഥത്തിൽ കേരളത്തിന് പുറത്ത് ലീഗിൻ്റെ സാന്നിധ്യം SDP-യുടെ സാന്നിധ്യത്തിന് സമാനമാണ് എന്ന നിലയിലാണ് കോൺഗ്രസിൻ്റെയും ഹൈക്കമാൻഡിൻ്റെയും ഉന്നത നേതാക്കളുടെയും കാഴ്ചപ്പാട് എന്ന് വേണം ഇതിൽ നിന്ന് മനസ്സിലാക്കാൻ. SDP-യുടെ പിന്തുണ അവർ ഔദ്യോഗികമായി പ്രഖ്യാപിച്ചതിന് ശേഷം ഹൈക്കമാൻഡ് എത്ര ജാഗ്രതയാണ് പെരുമാറിയത് എന്ന് നമ്മൾ കണ്ടതാണ്. സമാനമായ ജാഗ്രത വയനാട്ടിലും പിന്നീട് ആലപ്പുഴയിലും കാണുകയാണ്. ദേശീയ തലത്തിൽ ശ്രദ്ധിക്കപ്പെടുന്ന സാഹചര്യത്തിലൊന്നും മുസ്ലിം ലീഗും വേണ്ട. SDP ഒരു സൈഡിൽ SDP-ക്ക് തുല്യമാണ് മുസ്ലിം ലീഗ് എന്ന നിലപാടാണോ കോൺഗ്രസ് എടുത്തിരിക്കുന്നത് എന്നുള്ള ചോദ്യം കൂടി ഈ ഘട്ടത്തിൽ ഉയരുന്നുണ്ട്. എന്തായാലും ലീഗിൻ്റെ ഐഡൻറ്റിറ്റി ചോദ്യം ചെയ്യപ്പെടുന്ന സാഹചര്യമാണ് നിലവിൽ കേരളത്തിലെ UDF-ലുള്ളത്. അത് വിശാലമായ അർത്ഥത്തിൽ ഫാസിസ്റ്റ് വിരുദ്ധ പോരാട്ടത്തിനുള്ള അടവ് നയം എന്നൊക്കെ പറഞ്ഞാൽ ബോധ്യപ്പെടാൻ പ്രയാസമുള്ള സാഹചര്യമാണ്. വയനാട്ടിൽ മാത്രമല്ല, ഇനി ഓരോ ഘട്ടങ്ങളിലായി ലീഗിൻ്റെ കൊടി താഴ്ത്തേണ്ടി വരുമോ എന്നുള്ള ചോദ്യം ഉയർത്തുന്നത് ലീഗ് അണികൾ തന്നെയാണ്. ഇങ്ങനെയൊരു സാഹചര്യം, ആത്മാഭിമാനത്തിന് മുറിവേറ്റുകൊണ്ട് മുന്നോട്ട് പോകുന്നൊരു സാഹചര്യം എങ്ങനെ അതിജീവിക്കണം എന്ന ചോദ്യമാണ് അവർക്ക് മുന്നിലുള്ളത്. നന്ദി, നമസ്കാരം.